പാണക്കാട് ആ കൊലപാതകം പറഞ്ഞിട്ട് പിന്നെ കളഞ്ഞില്ല എന്നാലോചിച്ചുകൊണ്ട് പാണക്കാട് കേസെടുക്കാൻ ഇന്ത്യൻ മുസ്ലിം കോൺഗ്രസ് കഴിയാത്തത് എന്താണ്? 6ാം പ്രതിയായി ബഷീർ നിൽക്കുമ്പോൾ ബഷീറിനെതിരെ കേസെടുക്കാൻ നീതി കഴിയാത്തത്? എന്റെ മനോഹരനെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ മുസ്ലിം ലീഗർക്കെതിരെ കേസെടുക്കാൻ 6 മണിക്കൂർ വൈകിയതെന്ന് എന്റെ അത് കൊലപാതകമാണത് കേരളത്തിലെ പോലീസിന് കഴിയാൻ തയ്യാറാവുന്നത്? മുസ്ലിം ലീഗിന്റെ ദൂരത്തിനും ധിക്കാരത്തിനും വഴങ്ങി കേരളത്തിലെ ഭരണത്തെ കൊണ്ടുവന്നിട്ട് കേരളത്തിന്റെ സാഹോദര്യ സാമുദായിക സാഹോദര്യ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഞാനും നിങ്ങളും നമ്മളെ മുൻതലമുറക്കാർ നേടിയെടുത്തിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന നമ്മളുടെ പോരാട്ടങ്ങളുടെ മുഖങ്ങളുടെ ശക്തി കുറയ്ക്കുന്നതിന് നമ്മുടെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. ഭാഗമായി സ്വന്തബോധത്തിലേക്ക് മനസ്സിലാക്കുന്നതായും നായനായും മുസ്ലിമാനായും മുസൽമാൻ മുജാഹിദും ഹിന്ദിയും മുജാഹിദും നവായിദുമായും ക്രിസ്ത്യാനിയായും ക്രിസ്ത്യാനിയും തന്നെ പിന്നെ പെസിമസും പിന്നെ റോമനും വെസ്റ്റി കത്തോലിക്കനും എല്ലാമായി നമ്മളെ ഒരു സ്വത്വബോധത്തിന്റെ പുതിയമാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് പുതിയ തൊഴിലാളി ഉപയോഗമുണ്ടാകുന്ന ക്രിസ്ത്യൻ ആദ്യമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ കിട്ടാൻ വേണ്ടിയാണ് ആദ്യമാർ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഓരോ മതത്തിലും ജാതിക്കും സ്കൂളുകളും ആശുപത്രികളും വാഹനങ്ങളും ഹോട്ടലുകളുമുള്ള ഒരു കേരളത്തെയാണ് അവർ വിവാദം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഘട്ട കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള മുഴുവൻ അനീതികളെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇന്നുവരെ നാം ജീവിച്ചതുപോലെ നാളെയും ജീവിക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യയെ സമ്മാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയും ആ നയങ്ങൾക്കെതിരെയുമുള്ള വിശദമായ സമരങ്ങൾ നടത്തണം. ആ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ നേതാക്കന്മാരെ ഇകഴ്ത്തിക്കാട്ടി ഈ പ്രസ്ഥാനത്തെയും ഈ പോരാട്ടത്തിന്റെയും ശക്തി കുറയ്ക്കുന്നതിനുള്ള പ്രസ്ഥാനത്തെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തികൾക്കെതിരെ ഇല്ലാതെ ജാഗ്രതയുണ്ടാവണം. ഓരോ നൂറുകണക്കിന് മാധ്യമങ്ങൾ, നൂറുകണക്കിന് ഇടതുപക്ഷ പിന്തുണമാർ, നൂറുകണക്കിന് വാർത്താപത്രങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ നാം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ ഡിവൈഎഫ്ഐക്കാരനും 1000 ഡിവൈഎഫ്ഐക്കാരനായി, ഓരോ ഡിവൈഎഫ്ഐക്കാരന്റെ നാവുകളും 1000 നാവുകളായി നമുക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ തയ്യാറാവണം. അതിന് സുസജ്ജമായ സംഘടന ആവുന്ന തരത്തിലേക്കുള്ള സംഘടനാ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമ്മേളനത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പഴയകാല ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലയ്ക്ക് ഈ സമ്മേളനം സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു. അഭിവാദ്യം.